ഏജുള്ള പയ്യനാണ് കല്യാണം കഴിക്കാൻ താല്പര്യം? ഒരു 27, 28 ഏജ്. എത്ര ഡിഫറൻസ് വേണം? ഡിഫറൻസ് 5 ഒതുങ്ങണം. 25 വയസ്സിനപ്പുറം ഒരു വഴിയില്ല. എനിക്കങ്ങനെയൊന്നുമില്ല. എന്നാലൊരു ഐഡിയ ഉണ്ടാവില്ല. എന്നെക്കാളും മൂത്തതായിരിക്കും. അത്ര. എത്ര വയസ്സിന്? അങ്ങനൊന്നുമില്ല. 2 വയസ്സിന്? അങ്ങനൊന്നുമില്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഒരു 4-5 വയസ്സ് വ്യത്യാസമൊന്നും കുഴപ്പമില്ല. എത്ര ഏജ് വേണം? എനിക്കിപ്പോ 21 ആവണം. അപ്പൊ ഒരു 25-26 കുഴപ്പമില്ല. 27 കുഴപ്പമില്ല. അങ്ങനെ ഏജ് ഡിഫറൻസ് ഒന്നും പറയാനില്ല. എത്ര ഏജ് ആയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. നോക്കണല്ലേ? ഇല്ല ഇല്ല. എത്ര ഏജുള്ള പയ്യനെ കല്യാണം കഴിക്കാൻ താല്പര്യം? ഒരു 24. എത്ര ഡിഫറൻസ് വേണം? ഒരു 4 വയസ്സ്. 4 വയസ്സ്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അങ്ങനെ സത്യത്തിൽ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരു സെയിം ഏജ് ആണ് താല്പര്യം. എന്തുകൊണ്ടാണ് പറഞ്ഞത്? സെയിം ഏജ് ആകുമ്പോൾ കപ്പിൾസ് തമ്മിലുള്ള ക്ലാഷ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. സെയിം മെച്യൂരിറ്റി ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നണേ. നമുക്ക് രണ്ടുപേർക്കും വിവാഹത്തിനുള്ള മെച്യൂരിറ്റി ഒരു 3-4 വയസ്സ് ഡിഫറൻസ്. എത്ര ഏജ് വേണം നാഗരം? അങ്ങനെയോ ഒരു 24-25. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി, ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. എനിക്കങ്ങനെ ഏജൊന്നും പ്രശ്നമില്ല. എന്നാലും പിള്ളേരെ കണ്ടുപിടിക്കണമെന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്നാലും ഏകദേശം ഡിഫറൻസ് ഉണ്ട്. എന്നേക്കാൾ മൂത്തായിരിക്കണ്ടേ? 3 വയസ്സിന്? 3-4 വയസ്സ് അത്ര. അതിനും കൂടിയാലും ജനറേഷൻ ഗ്യാപ്പ് വരൂലേ? അതൊക്കെ ചിലപ്പോൾ പ്രശ്നമായി. അതന്നെ. എത്ര ഏജുള്ള ആൺകുട്ടി കല്യാണം കഴിക്കാൻ താല്പര്യം? ഒരു 2 വയസ്സ് മൂത്തതാ, അല്ലെങ്കിൽ സെയിം വെച്ചാലും കുഴപ്പമില്ല. എത്ര ഡിഫറൻസ് ആണ്? അങ്ങനെയൊന്നുമില്ല. മൂത്തായാലും കുഴപ്പമില്ല. ആ 1 or 2 ഏജ് ഡിഫറൻസ് മതി. മൂത്തായാലും കുഴപ്പമില്ല, സെയിം ഏജ് ആയാലും കുഴപ്പമൊന്നുമില്ല. 10 ആയാലും? അത്ര 1-2 വയസ്സ് അത് മതി. എത്ര ഏജുള്ള ആൺകുട്ടി കല്യാണം കഴിക്കാൻ താല്പര്യം?